ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുഞ്ഞുമത്തി കിട്ടിയതാണ് ഉച്ചക്കേക്ക് കറി വെക്കുന്നത്. മക്കളെല്ലാം സ്കൂളിൽ പോയി. അതിന് ശേഷം കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിന്. നല്ല ചെറിയ മത്തിയാണ്. അപ്പോൾ അതിനോട് വറ്റിച്ചിട്ട് കുഞ്ഞുമത്തി വറ്റിക്കലില്ലേ, കൊടംപുളിയെല്ലാം ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം മുറിച്ചെടുക്കലാണ്. എൻ്റെ ഈ കഴുകുന്ന മണം അറിയുമ്പോഴേ പൂച്ച കരയാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ അതിന് കഴുകി എടുത്തതിന് ശേഷം ഞാൻ അതിന് കൊണ്ട് ഇട്ട് കൊടുത്തു. പാവം, അതിന് പിന്നെ വേറെ അങ്ങനെ കിട്ടൂലല്ലോ, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമല്ലേ ഇല്ലൂ. അങ്ങനെ അതിന് കിട്ടുമ്പോൾ അതിന് സന്തോഷമായിട്ട് ഭയങ്കരമായിട്ട് അതെല്ലാം തിന്നു. അപ്പോൾ മത്തിയെല്ലാം കഴുകിയെടുത്ത് ഇത് ഒരുപാട് പ്രാവശ്യം എനിക്കിങ്ങനെ കഴുകണേ, അല്ലെങ്കിൽ ഒരു വൃത്തിയാവാത്ത പോലെയാണ്. മത്തിക്കൊരു ഭയങ്കര മണമല്ലേ. അപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ കഴുകിയായി. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നെന്നോ വർത്താനം വന്ന് അങ്ങനെയും പറഞ്ഞ് പിന്നെ ഇതാ ലാസ്റ്റ് കഴുകിയിട്ടായി. എന്നിട്ട് അത് ചട്ടിയിലേക്ക് എടുത്തിടലാന്നേ. അച്ഛനപ്പുറം നിന്ന് എന്തെല്ലോ പറയുന്നുണ്ട്, അതാണ് അച്ഛനോട് വർത്താനം പറയുന്നത്. അതിന് ശേഷം മുറിച്ചെടുത്തു. നമുക്കിങ്ങനെ പുറത്തില്ല സൗകര്യം, അടുക്കളയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് കഴുകുമ്പോഴേ ഭയങ്കര മണമായിരിക്കും. കുറച്ച് സമയത്തേക്ക് മത്തി മുറിച്ചാലാണ് പ്രത്യേകിച്ചിട്ടും. അപ്പോൾ അതെല്ലാം ഒന്ന് ചെറുനാരങ്ങയെല്ലാം ഇട്ടിട്ട് കയ്യും ആ മുറിച്ച സ്ഥലമെല്ലാം ഒന്നിങ്ങനെ കഴുകലാന്നേ. അങ്ങനെ ചെയ്താൽ കുറേ മണം ഇങ്ങനെ പോവും. ചെറുനാരങ്ങേൻ്റെ ആ മണമില്ലേ, അതാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാം കഴുകിയിട്ട് അതിന് ശേഷം മത്തിയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുവായിരുന്നേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ കൊടംപുളി ഇട്ടിട്ടാണ് ആക്കുന്നത്. ഇത് വാളംപുളി ഇട്ടിട്ട് ആക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ എടുക്കുന്നില്ല. ഒരു മെസ്സേജ് വന്ന് വെച്ചാണ്. അപ്പോൾ 2 സ്പൂണ് മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഉള്ളിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എന്തോ വൃത്തിയാക്കാൻ പോവുകയെന്ന് അവിടെ എന്തോ സാധനം കൊണ്ടുവന്ന കവറെല്ലാം ഇങ്ങനെ വലിച്ച് വരിയിട്ടിട്ടുണ്ടായിനി. അപ്പോൾ ഇതാ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം മുറിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ചെറുതായി അരിഞ്ഞെടുത്തിട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു കൊടംപുളിയാണ്. അത് 2 ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നല്ല പുളിയില്ലാന്ന് തോന്നുന്നു കാണുമ്പോൾ. പുതിയതായതുകൊണ്ട് അറിയില്ല, ഇന്നലെ കൊണ്ടുവന്നെയാണ്. അപ്പോൾ ഒറ്റ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. അതിന് തന്നെ കാണുമ്പോൾ അറിയാം നല്ല പുളി രസം ഉണ്ടാവുമെന്ന്. അപ്പോൾ എല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കിയിട്ടിങ്ങനെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കണം. കുഞ്ഞുമത്തിയല്ല, വേഗമാവുമല്ല. കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തേട്ടാ. അപ്പോൾ അത് അടക്കിടന്ന് വേവട്ടെ. കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയേട്ടാ. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടെല്ലാം ഉണ്ട്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്, വെന്തിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ. എന്നാലും ഞാൻ കുറച്ച് സമയം കൂടി ഇങ്ങനെ വെക്കും, ഇങ്ങനെ കുറച്ച് വെള്ളമെല്ലാം വറ്റി വരാൻ വേണ്ടിയിട്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിന്, അതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ആദ്യം അടച്ച് വെച്ച് കുറച്ച് സമയം കൂടി ഞാൻ വേവിക്കാൻ വെച്ചു. അപ്പോൾ വെള്ളമെല്ലാം ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി എണ്ണയെല്ലാം ഒഴിച്ച് കൊടുക്കണം. അവസാനം എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉലുവേൻ്റെ പൊടിയില്ലേ, അത് പൊടിച്ചത്, വറുത്ത് പൊടിച്ചത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല മണലും വരുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചപ്പോല്ലേ. പിന്നെ ഇതിപ്പോൾ ഉലുവയും കൂടി ഇട്ടപ്പോൾ നല്ല അടിപൊളി മീൻ കറി ആയിട്ടുണ്ട്. ഇത് ഒന്നാമത് ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ പൊരിക്കട്ടിയായിരുന്നു, പുളിശ്ശേരി ഉണ്ട്. അപ്പോൾ ഇന്നിങ്ങനെ കറി വെച്ചത് വൈകുന്നേരം ആകുമ്പോൾ കപ്പ കൊണ്ടുവന്നിട്ടുണ്ട്, കപ്പയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ കപ്പ മീൻ കറിയിലെ ഷോർട്ട് വീഡിയോ ഞാൻ വൈകുന്നേരം കപ്പയാക്കും. ഇവിടെ എല്ലാവർക്കും രാത്രിയാണ് കപ്പ തിന്നാൻ വേണ്ടിയിട്ട് ഇഷ്ടം. അപ്പോൾ ഇതും ഈ മീൻകറി, കുഞ്ഞുമത്തി മീൻകറി ആയിട്ടില്ലേ, ആ വീഡിയോ ഞാനിടാം, ഷോർട്ട് വീഡിയോ ഇടും. അതെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞങ്ങളിടുന്ന ഷോർട്ട് വീഡിയോ കുറേ ആൾ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ബൈ.